SOG രഹസ്യം ചോർത്തിയതിന് സസ്പെൻഡ് ചെയ്ത 2 IRB കമാൻഡോകളെ തിരിച്ചെടുത്തു. മാവോ ഭീകര ഓപ്പറേഷൻ നടത്തുന്ന SOGയുടെ രഹസ്യങ്ങൾ ചോർത്തിയതിന് നടപടി നേരിട്ടവരെയാണ് തിരിച്ചെടുത്തത്. ഹവീൽദാർമാരായ മുഹമ്മദ് ഇല്യാസിനെയും പയസ് സെബാസ്റ്റിനെയും തിരിച്ചെടുക്കുകയായിരുന്നു. 24 എക്സ്ക്ലൂസീവ്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ദീപക്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഡോക്ടർ ഉന്മേഷ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേനയാണ് കേരള പോലീസിൻ്റെ SOG സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്. ഇത് പ്രധാനമായും മാവോ ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഭീകര വിരുദ്ധ ഓപ്പറേഷൻ നടത്തുന്ന അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്ന പോലീസിൻ്റെ ഒരു പ്രത്യേക സേനയാണ്. ആ സേനയിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്തി എന്ന് കൃത്യമായി തന്നെ സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ 2 പേരെ സസ്പെൻഡ് ചെയ്തത്. അതായത് മുഹമ്മദ് ഇല്യാസിനെയും അതുപോലെ തന്നെ പയസ് സെബാസ്റ്റിനെയും. ഈ 2 പേരെയും സസ്പെൻഡ് ചെയ്തത് ഏപ്രിൽ 28-നാണ്. എന്നാൽ ഇന്ന് 12 ദിവസം കൊണ്ട് അവരെ തിരിച്ചെടുത്തിരിക്കുന്നു. ഈ സസ്പെൻഡ് ചെയ്ത ഉത്തരവിറക്കിയ അതേ കമാൻഡന്റ്, IRB കമാൻഡന്റാണ്. ഇവർ യഥാർത്ഥത്തിൽ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവരെ കമാൻഡോകളായിട്ട് SOGയിലേക്ക് അറ്റാച്ച് ചെയ്തായിരുന്നു. പക്ഷേ അവിടെ നിന്നും അവരെ IRBയിലേക്ക് തിരിച്ചയച്ചു. അന്വേഷണ റിപ്പോർട്ടിൽ ഇവർ കൃത്യമായി രഹസ്യങ്ങൾ ചോർത്തിയെന്നും മാത്രവുമല്ല, ഇതിൽ ചില രഹസ്യ വിവരങ്ങളുള്ളത് PV അൻവർ MLAക്ക് ഉൾപ്പെടെ വിവരങ്ങൾ ചോർത്തിയെന്നുള്ളതാണ്. അങ്ങനെ രാഷ്ട്രീയ പ്രാധാന്യവും അതിന് വേറെയുണ്ട്. പക്ഷേ അവരെ എന്നാൽ എത്രയും വേഗം തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി IRB കമാൻഡന്റ് മുഹമ്മദ് നദിമുദ്ദീനാണ് തയ്യാറായിരിക്കുന്നത്. അത്തരം ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു. ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവിൽ വളരെ കൃത്യമായി കാരണങ്ങൾ നിരത്തിയിരുന്നു. അതിലൊന്ന് SOGയുടെ രഹസ്യങ്ങൾ, അതീവ തന്ത്രപ്രധാനമായ സേനയുടെ രഹസ്യങ്ങൾ ചോർത്തി, മറ്റൊന്ന് അച്ചടക്കം ലംഘിച്ചു, അതുപോലെ കളങ്കമുണ്ടാക്കി. ഇത്തരത്തിലുള്ള നിരവധി കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു സസ്പെൻഷൻ ഉത്തരവ്. എന്നാൽ തിരിച്ചെടുക്കൽ ഉത്തരവിൽ ഇതൊന്നും തന്നെ പറയുന്നില്ല. ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അതും റിപ്പോർട്ടല്ല, ഒരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചെടുത്തു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് 2 പ്രത്യേക ഉത്തരവുകൾ ഇറക്കി 2 പേരെയും തിരിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ അന്വേഷിച്ച സമയത്ത് പോലീസ് തലപ്പത്തോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലോ ഈ കാര്യം അറിഞ്ഞിട്ടില്ല. കാരണം ഇത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സസ്പെൻഷനായിരുന്നു. വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. SOG രഹസ്യങ്ങൾ, SOGയിലെ വിവരങ്ങൾ PV അൻവർ MLA വാർത്താ സമ്മേളനത്തിൽ എല്ലാം വിശദീകരിച്ച് നടത്തിയതൊക്കെ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചതാണ്. അത്തരത്തിലുള്ള ഒരു രഹസ്യ ചോർച്ചയിലായിരുന്നു തുടർന്ന് പിന്നീടുണ്ടായ ഈ നടപടി. പക്ഷേ എന്നാൽ ആ നടപടി കഴിഞ്ഞ് ഏതാണ്ട് 12 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അവരെ തിരിച്ചെടുത്തിരിക്കുന്നു. പക്ഷേ തിരിച്ചെടുത്തത് പോലീസ് ആസ്ഥാനത്തോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലോ അറിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. ഡോക്ടർ ഉന്മേഷ്. ദീപക്, ഈ നടപടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ലഘൂകരിച്ചത്? ഈ തിരിച്ചെടുക്കൽ ഉത്തരവിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? തിരിച്ചെടുക്കൽ ഉത്തരവിൽ അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നു മാത്രമാണ്. അവരുടെ PR നടപടികൾ തുടരും എന്നുള്ളതല്ലാതെ ഈ തിരിച്ചെടുത്തതിന് കാരണമായി, അതായത് ഒരു അതീവ രഹസ്യ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പോലീസിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഏജൻസിയാണ് ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്. ആ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ വിന്യാസങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി രഹസ്യങ്ങൾ ചോർത്തിയിരിക്കുന്നു. മാത്രവുമല്ല, അവിടെ നടന്ന ഒരു ആത്മഹത്യയെ കേന്ദ്രീകരിച്ച് പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ സസ്പെൻഷൻ ഉത്തരവിൽ, അതായത് ഏപ്രിൽ 28-ന് പുറപ്പെടുവിച്ച സസ്പെൻഷൻ ഉത്തരവിൽ വളരെ അക്കമിട്ട് നിരത്തിയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ തിരിച്ചെടുക്കുമ്പോൾ ഇതൊന്നും തന്നെ പറയാതെ ഒരു 4 വരി ഉത്തരവിൽ തിരിച്ചെടുക്കുന്നു. അതും 2 പേരെ 2 വ്യത്യസ്ത ഉത്തരവിലൂടെ തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അതിൽ പറയുന്നതാകെ ഇവർക്കെതിരെയുള്ള വാച്യാൽ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ വഴിയിൽ നടക്കുമെന്നുള്ളതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, IRB ബറ്റാലിയൻ ഒക്കെ വളരെ കൃത്യമായ കമാൻഡോ ഓപ്പറേഷൻസ് നടത്തുന്ന സേനയാണ്. അതിൽ നിന്നാണ് SOGയിലേക്ക് ആൾക്കാരെ ചിലരെയൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്. ആ SOGയിൽ നിന്നുള്ള രഹസ്യങ്ങൾ ചോർത്തി എന്ന് കൃത്യമായ അന്വേഷണത്തിൽ കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു സസ്പെൻഷനാണ് മരവിപ്പിച്ചുകൊണ്ട് അവരെ അതിവേഗത്തിൽ തിരിച്ചെടുക്കാൻ വേണ്ടി ഈ IRB ബറ്റാലിയന്റെ കമാൻഡന്റ് ഉത്തരവിറക്കിയിരിക്കുന്നു. മാത്രവുമല്ല, തിരുവനന്തപുരത്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെടുമ്പോൾ വളരെ കൃത്യമായി അവരൊന്നും അറിഞ്ഞില്ല എന്നുള്ള വിവരമാണ് ഉന്മേഷ് പങ്കുവയ്ക്കുന്നത്. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.